ഹലോ മച്ചാമാരെ, ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി കുറച്ച് നാൾ മുമ്പ് വട്ടവടയിലേക്കൊരു യാത്ര പോയിരുന്നു. അതാണ് ഇന്നത്തെ വീഡിയോ. വീട്ടിലുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് രാവിലെ ഒരു 9 മണിയോടുകൂടി ഞങ്ങളുടെ യാത്ര ഇവിടെ നിന്ന് ആരംഭിച്ചു. എല്ലാവർക്കും ജോലി തിരക്കുള്ളതുകൊണ്ടും പിന്നെ മറ്റു ചില കാരണത്താലും എപ്പോഴും ഒന്നും ഇതുപോലെ യാത്ര പോകാൻ പറ്റാറില്ല. എന്നാലും പോകുമ്പോഴെല്ലാം ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ട് റോഡിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കോടമഞ്ഞിറങ്ങുന്ന 1-2 മലയൊക്കെ കാണാൻ സാധിച്ചു. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ചെറിയ രീതിയിലുള്ള ചൂടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ അനുഭവപ്പെട്ടു തുടങ്ങി. ഓരോ തമാശയും പറഞ്ഞ് കാഴ്ചകളും കണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ആദ്യത്തെ തേയിലത്തോട്ടം കണ്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും വണ്ടി നിർത്തി അവിടെ ഇറങ്ങി കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷമായിരുന്നു പിന്നീടുള്ള യാത്ര. അതിമനോഹരമായി വെട്ടിയൊരുക്കി നിർത്തിയിരിക്കുന്ന തേയിലത്തോട്ടങ്ങൾ കാണാൻ നല്ല രസമുള്ള കാഴ്ചയായിരുന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ മലമുകളിൽ നിന്നും കോടമഞ്ഞിറങ്ങുന്ന കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പൊക്കെ കൂടി തുടങ്ങിയിരുന്നു. തേയിലത്തോട്ടത്തിൻ്റെ നടുവിൽ നിന്നും തേയില നുള്ളി അത് ചുമന്നു കൊണ്ടുവന്ന് റോഡ് സൈഡിൽ കൂട്ടിയിടുന്ന കാഴ്ചയും കാണാൻ പറ്റി. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര മൊത്തം തേയിലത്തോട്ടത്തിന് നടുവിലൂടെ തന്നെയായിരുന്നു. പോകുന്ന വഴിയിലൊന്നും അധികം യാത്രക്കാരെ ഒന്നും കാണാൻ സാധിച്ചില്ല. വളരെ ചുരുക്കം ചില യാത്രക്കാർ മാത്രം വണ്ടി നിർത്തി തേയിലത്തോട്ടങ്ങൾക്ക് നടുവിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പണ്ട് കാലത്തേതെന്ന് തോന്നിക്കുന്ന രീതിയിൽ തോട്ടത്തിലൊക്കെ ഉപയോഗിക്കുന്ന ട്രാക്ടറൊക്കെ കാണാൻ സാധിക്കും. സമയം ഏകദേശം ഉച്ചയാവാറായിരിക്കുന്നു. എന്നാലും പോകുന്ന വഴിയിലെല്ലാം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാഴ്ചകളൊക്കെ മറഞ്ഞു തുടങ്ങി. നല്ല തണുപ്പും കൂടാതെ നല്ല വിശപ്പും ഉണ്ടായതുകൊണ്ട് റോഡ് സൈഡിൽ കണ്ട ഒരു ചായക്കടയിൽ നിർത്തി അവിടെ നിന്ന് ചായയും കുറച്ച് കടികളൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ട് യാത്ര തുടർന്നത്. യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തണുപ്പ് കൂടി വരുന്നതും കോടമഞ്ഞിറങ്ങി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. റോഡിലൂടെ വരുന്ന വണ്ടികൾ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കോടമഞ്ഞിലൂടെ ബൈക്ക് ഓടിക്കുമ്പോൾ മഴത്തുള്ളി വീഴുന്നത് പോലെ മഞ്ഞുതുള്ളി മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ വട്ടവടയിലേക്ക് പ്രവേശിക്കുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തി. വട്ടവടയിലേക്ക് പ്രവേശിക്കാനുള്ള പാസ് എടുത്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള മരങ്ങൾക്കിടയിലൂടെ ഞങ്ങളുടെ യാത്ര തുടർന്നു. അന്ന് രാത്രി വട്ടവടയിലെ ഒരു ഹോം സ്റ്റേയിലായിരുന്നു സ്റ്റേ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനും സുഹൃത്തുക്കളുമായി പഴത്തോട്ടം കാണാനായി പുറപ്പെട്ടു. സ്ട്രോബെറി തോട്ടം ഇവിടെ. സ്ട്രോബെറി ഇത് പഴുത്തിട്ടില്ല. കാണുന്ന മൊത്തം സ്ട്രോബെറിയാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴി റോഡ് സൈഡിലെല്ലാം ധാരാളം ഊട്ടിപ്പൂക്കൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അതുകൂടാതെ തന്നെ മറ്റനേകം ചെടികളും കാണാൻ സാധിച്ചു. ഇവിടെ എവിടെ നോക്കിയാലും ഇതുപോലുള്ള വഴികളൊക്കെ കാണാം. ചിലപ്പോൾ വല്ല തോട്ടത്തിലോട്ടൊക്കെ ഉള്ള വഴികളായിരിക്കാം. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ ഞാനും സുഹൃത്തുക്കളും അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തി. കല്ലിലോക്കി അപ്പുറത്തോട്ട് പോകും. വെള്ളച്ചാട്ടിയുടെ അപ്പുറത്തേക്ക്
ആ പിടിച്ചിട്ടാ കൈയോട് എടാ ചേട്ടാ കല്ല് തന്നെ ഉണ്ട് കേട്ടാ ചേട്ടാ കല്ല് തന്നെ ഉണ്ട് കേട്ടോ അച്ഛനെ കൈ കൊടുത്തരാ പോട്ടെ പോട്ടെ നിങ്ങളെവിടെയുള്ള ആലപ്പുഴ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളും കണ്ടുകൊണ്ട് ഞങ്ങൾ അടുത്ത വ്യൂ പോയിന്റിലോട്ട് പോയി. മഴ അതിമനോഹരമായിട്ടുള്ള ഓരോ കാഴ്ചകളും പുതിയ ഓരോ അനുഭവങ്ങളുമായിട്ട് ഞങ്ങൾ വൈകുന്നേരത്തോടു കൂടി മലയിറങ്ങി. യാത്രകളൊക്കെ വല്ലപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുള്ള ഒരു അനുഭവമായിട്ട് ഓർമ്മയായിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഓൾ.